അതുപോലെ കൃഷി ചെയ്യുന്നവർ, മണ്ണിനെ സ്നേഹിക്കുന്നവർ. സലീം എപ്പോഴും മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, കൃഷി ചെയ്യുന്ന ആളാണ്. പൊക്കാളി കൃഷിയെക്കുറിച്ച് അദ്ദേഹം ഒരു ഡോക്യുമെന്ററി ചെയ്തു. അതിലൂടെ ശക്തമായിട്ട് അതിനെ അനുകൂലിക്കാത്ത പല കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ആത്മാംശം അതിനകത്തുണ്ടായിരുന്നു ആ ഡോക്യുമെന്ററിയിൽ. അതിനും ചില അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. അപ്പൊ സ്വന്തം പൈസ മുടക്കിയാണ് അദ്ദേഹം അത് ചെയ്തത്. അതുപോലെ തന്നെ ഏത് കാര്യം ഈ സമൂഹത്തിൽ നടക്കുന്ന, പുള്ളിയുടെ ഏരിയ അല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന ഏത് കാര്യം വന്നാലും അതിനെയൊക്കെ കുറിച്ച് ചോദിച്ച കൃത്യമായ ഒരു മറുപടി ഉണ്ടാവും സലീമിന്. എന്ത് കാര്യവും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് എത്രയോ ഇന്റർവ്യൂകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് രസകരമായിട്ട് പറഞ്ഞ് അതും അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം തന്നെ ചിരിക്കും. അദ്ദേഹത്തിന്റെ കോമഡി അദ്ദേഹം തന്നെ പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു ചിരിയുണ്ട്. അദ്ദേഹം തന്നെ അത് ആസ്വദിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാല്, അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ആചാരങ്ങളൊന്നും വേണ്ട. എനിക്ക് അതിനകത്ത് ഭയങ്കര ഇംപ്രഷനാണ് പുള്ളിയെ കുറിച്ച്. അതുകൊണ്ട് ഞാനും എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു ആചാരവും വേണ്ട. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ വന്നൊന്നും തിരിച്ചു വന്നിട്ടും ഉപദ്രവിക്കാനൊന്നും പോണില്ല. എന്നെ ഇനി പൂജയൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ വന്ന ഒരു രാത്രി ഉപദ്രവിക്കൊന്നുമില്ല എന്ന് അദ്ദേഹം തമാശയും കൂടെ പറയുമായിരുന്നു. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാനൊരു എടപ്പള്ളി ആയതുകൊണ്ട് മാത്രം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ കൈരളി ടിവിക്ക് വേണ്ടി മുമ്പ് ചെയ്തിരുന്നു. ഈ അടുത്ത് വീണ്ടും ഒന്ന് റിലീസായത്. അപ്പൊ ഞാൻ സലീമിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, സലീമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന്. ആ ഇന്റർവ്യൂ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എടപ്പള്ളിയിൽ ആ മോഡേൺ ബെഡിന്റെ മുമ്പിലൂടെ നടക്കുന്നതാണ്. അതിലെ ബസ്സിന് പോകുമ്പോൾ ആ മോഡേൺ ബെഡിന്റെ ഒരു മണമുണ്ട്, അത് ആസ്വദിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവിടെ ഒരു ജോലി കിട്ടിയ ശമ്പളമൊന്നും വേണ്ട, ഞാൻ അവിടെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. പിന്നീട് തമാശകളെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ തമാശകൾ ഒരുപാടുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാലും തീരില്ല. എനിക്കൊരു 15 വർഷം മുമ്പ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡോക്ടറേറ്റ് ലഭിച്ചു. അന്നെനിക്ക് കളക്ടറായി, ഗ്രാൻഡ് മിനിസ്റ്ററാണ് ആ ഡോക്ടറേറ്റ് തന്നത്. ഞാൻ ആ പേര് വെക്കാറില്ലെന്നേ ഉള്ളൂ സാധാരണ. എങ്കിലും അതേപോലെ തന്നെ ഷെയ്ഖ് ഫരീദ്, അദ്ദേഹമാണ് കളക്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പത്രത്തിലൊക്കെ ഫോട്ടോ വന്നു, ഡോക്ടറേറ്റ് ലഭിച്ചു. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് സലീമിന്റെ ഒരു ഫോണുണ്ടായിരുന്നു. പ്രസാദേട്ടനാണോ? അതെ. രാവിലെ മുതൽ നല്ല തലവേദനയും ജലദോഷവും ഉണ്ട്, ഒരു മരുന്ന് കുറിച്ച് തരുമെന്ന്. അപ്പൊ അതും പുള്ളി ഒരു തമാശയും കൂടെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പൊ പിന്നെ ഏത് കാര്യത്തെക്കുറിച്ചും സരസമായിട്ട് മറുപടി പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇല്ലാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിനിമ കണ്ട ആ സലീമിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് പണ്ട് കലാഭവനിൽ വരുന്നതും, കലാഭവന്റെ ഓഫീസിൽ വന്ന പ്രോഗ്രാമിന്റെ പൈസ വാങ്ങുന്നതും, കലാഭവന്റെ ഇടവഴികളിലൂടെ നടക്കുന്ന ചെറിയ പയ്യൻ, അതുപോലെ കലാഭവന്റെ ബസ്സുകളിൽ, കലാഭവന്റെ ടെമ്പോ ട്രാവലറില്ല, അന്ന് മാറ്റഡോർ വണ്ടിയാണ്, മാറ്റഡോർ വണ്ടികളിൽ കയറി പ്രോഗ്രാമിന് പോകുന്ന ആ പഴയ സലീം, ആ സലീം കുമാറിനെയാണ് എനിക്ക് കൂടുതൽ അടുപ്പവും കൂടുതലായിട്ടും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം അഭിനയിക്കാൻ ആദ്യം ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചുവിട്ടവരാണ്. അതുപോലെ തന്നെയാണ് ഈ സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം സാഹിത്യം എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ ആൾ, അതേ ആ വ്യക്തി തന്നെ പുസ്തകം എഴുതി അതിന് സിനിമ സംവിധാനം ചെയ്തു. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരും എല്ലാ മതത്തിലുള്ളവരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുമ്പാണ്, ഞാൻ സംഗീതനാട അക്കാദമിയിലെ കൗൺസിലുള്ള ആളാണ്. അപ്പോൾ സംഗീതനാട അക്കാദമിയിൽ ഒരു അവാർഡ് കൊടുത്തത് സൈനൻ കടാമംഗലം എന്ന വ്യക്തിക്കായിരുന്നു, മിമിക്രിക്കുള്ള അവാർഡ്. സൈനൻ കടാമംഗലമാണെങ്കിൽ കടുത്ത CPM-ന്റെ അനുഭാവിയാണ്. പക്ഷേ സലീമിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ സലീമും രമേശ് പിഷാരിയും കൂടി ചേർന്ന് അവരുടെ സ്വന്തം ചെലവിൽ പറവൂർ ആ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ വെച്ചിട്ട് സൗണ്ട് സിസ്റ്റം എല്ലാം എടുത്ത് അവരുടെ സ്വന്തം ചെലവിൽ സൈനൻ കടാമംഗലത്തിൽ ഒരു വലിയ മനോഹരമായൊരു സ്വീകരണം നടത്തി. ഒരു 100-500 പേരുണ്ടായിരുന്ന വലിയൊരു സദസ്സായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ സുഹൃത്തുക്കൾ മാത്രമാണ് നോക്കിയത്, അവിടെ രാഷ്ട്രീയമൊന്നും അദ്ദേഹം നോക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥകൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട്.